അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ DC ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29 വെള്ളിയാഴ്ച. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. VD സതീശൻ സർക്കാരിന്റെ വികസന നയപരിപാടികൾ പ്രസംഗത്തിലുണ്ടാകും. പിണറായി വിജയന്റെ വസതിയിലെ എൻഫോഴ്സ്മെന്റ് പരിശോധനകളും അതിക്രമവും നിയമസഭയിൽ ചർച്ചയാകാനും സാധ്യത. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും. മുൻ ധാരണയനുസരിച്ച് രാജിവെക്കാൻ വൈമനസ്യം പ്രകടിപ്പിച്ച സിദ്ധരാമയ്യ ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിന് ശേഷമാണ് രാജിക്ക് തയ്യാറായത്. എന്നാൽ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതിനാൽ രാജിവെച്ചെന്നും രാജ്യസഭയിലേക്കില്ലെന്നും സിദ്ധരാമയ്യ പ്രതികരിച്ചു. പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ എക്സാലോജിക് കമ്പനിയും കരിമണൽ കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഒരു സേവനവും നൽകാതെ കൈപ്പറ്റിയ ഈ തുക അന്നത്തെ മുഖ്യമന്ത്രിക്കുള്ള പാരിതോഷികമാണെന്നാണ് വ്യാഖ്യാനം. വീണയുടേതടക്കം 242 ബാങ്ക് അക്കൌണ്ടുകളും അവയിലെ 18.36 കോടി രൂപയുടെ നിക്ഷേപങ്ങളും മരവിപ്പിച്ചു. വീണയുടെ സ്ഥിര നിക്ഷേപങ്ങളടക്കമുള്ള പണമിടപാടുകളുടെ രേഖകളും മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. പോലീസിനെ അറിയിക്കാതെ സ്വന്തം സുരക്ഷാ ക്രമീകരണവുമായാണ് ED എത്തിയത്. ആക്രമണം നടന്ന സ്ഥലത്ത് 50ഓളം പോലീസുകാരെ വിന്യസിച്ചിരുന്നു. അക്രമം നടത്തിയ 8 പ്രതികളെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും DGP പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ കാറിന് മതിയായ സുരക്ഷ നൽകാതിരുന്നതിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിയോട് വിശദീകരണം തേടി. DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി. ഇന്റലിജൻസ് IG P വിജയൻ, ഉപദേഷ്ടാവ് മുൻ DGP A ഹേമചന്ദ്രൻ എന്നിവരുമെത്തി. കേന്ദ്ര ആഭ്യന്തര വകുപ്പും വിശദീകരണം തേടിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരുടെ കാറുകൾ തകർത്ത അക്രമക്കേസിൽ 6 CPM പ്രവർത്തകരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 19ആയി. 300 പേർക്കെതിരെയാണ് കേസ്. CPM പാളയം ലോക്കൽ സെക്രട്ടറിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൌൺസിലറുമായ IP ബിനു അടക്കമുള്ളവർ കീഴടങ്ങുകയായിരുന്നു. ഇനിയും കൂടുതൽ അറസ്റ്റുണ്ടാകും. പിണറായി വിജയൻ ഏറ്റവും ശക്തമായ കുന്തമുനയാണെന്നും അത് തകർക്കാമെന്ന് ആരും കരുതേണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീണ വിജയനെതിരായ എൻഫോഴ്സ്മെന്റ് റെയ്ഡിൽ പ്രതിഷേധിച്ച് നടത്തിയ സെക്രട്ടേറിയറ്റ് LDF മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയെ പറയാൻ പേടിയില്ല, മോദി ഇതിൽ ഒന്നാം പ്രതിയാണ്, ഈ കേസിന് ഗൌരവമില്ലെന്നും കേസു തന്നെ ഇല്ലെന്നും ഗോവിന്ദൻ പ്രസംഗിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളെ വഞ്ചിയൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വധശ്രമം, ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡിനോട് യോജിക്കുന്നില്ലെന്നും BJP EDയെ രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും ഷിബു ബേബി ജോൺ. പിണറായിക്കും കുടുംബത്തിനും ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ CPMകാരെ കൊണ്ട് അക്രമം നടത്തിച്ചല്ല നേരിടേണ്ടത്. ED റെയ്ഡിന് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയത് മോദിയെ സന്തോഷിപ്പിക്കാനാണെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. പിണറായി വിജയന്റെ വീടുകളിലും മറ്റും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിൽ പ്രതിഷേധിച്ച് എറണാകുളത്ത് മാർച്ച് നടത്തിയ CPM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. CPM ജില്ലാ സെക്രട്ടറി S സതീഷ്, P രാജീവ്, N സ്വരാജ്, അഡ്വക്കേറ്റ് അരുൺകുമാർ എന്നിവരുൾപ്പെടെ 20ഓളം പേർക്കെതിരെയാണ് കേസ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്ത ടാക്സി കാർ തകർക്കപ്പെട്ടതിൽ ഖേദമുണ്ടെന്നും കാർ ഡ്രൈവർ ശ്യാമിന്റെ ആശങ്ക പാർട്ടി പരിഹരിക്കുമെന്നും AA റഹീം MP. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡ് സംഘപരിവാർ നടത്തിയ ആസൂത്രിത നീക്കമാണ്. പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകിയതോടെയാണ് അക്രമമുണ്ടായതെന്നും റഹീം പറഞ്ഞു. മോദി, അമിത്ഷാ എന്നിവർക്കെതിരെ കഴിഞ്ഞ 10 വർഷം ഒറ്റ വാക്കുപോലും മിണ്ടാത്ത പിണറായി വിജയൻ ആരെയോ ഭയക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ.
കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാൻ പിണറായി വിജയന് ഭയമാണെന്നും മന്ത്രി പറഞ്ഞു. പിണറായി പ്രതിപക്ഷ നേതാവാകരുതെന്ന് കവി കെ സച്ചിദാനന്ദൻ. ഊർജ്ജസ്വലനായ പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തണം. ഇഡിക്കെതിരായ സിപിഎം ആക്രമണത്തെയും സച്ചിദാനന്ദൻ വിമർശിച്ചു. എന്നാൽ എൻഫോഴ്സ്മെന്റിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നത് ന്യായീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എൻഫോഴ്സ്മെന്റിന്റെ റെയ്ഡിന് പിറകെയുണ്ടായ അക്രമം തടയാനാകാത്തത് സംസ്ഥാനത്തെ പോലീസിന്റെ ഗുരുതര വീഴ്ചയെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കരിമണൽ കടത്തിന് വീണ വിജയൻ മാത്രമല്ല സിപിഎം നേതാക്കളും യുഡിഎഫ് നേതാക്കളും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും സുരേന്ദ്രൻ. മുഹമ്മദ് റിയാസ് എംഎൽഎയുടെ കോഴിക്കോട്ടെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡിനെ തുടർന്ന് പ്രതിഷേധിച്ച സിപിഎം നേതാക്കൾക്കെതിരെ കേസെടുത്തു. ജില്ലാ സെക്രട്ടറി എം മെഹബൂബ്, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ്, എ പ്രദീപ് കുമാർ, പി മോഹനൻ തുടങ്ങി 57 പേർക്കെതിരെയാണ് കേസ്. ഇഡിയുടെ ടാക്സി കാറുകൾക്കെതിരെ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടകളെന്ന് മേയർ വി രാജേഷ്. കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും അവരെ കണ്ടുപിടിക്കാതിരിക്കുന്നത് തിരുവനന്തപുരത്ത് കൂടുതൽ സംഘർഷത്തിന് സാധ്യതയുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള മോഡൽ അഭിമാനമാണെന്നും അതേസമയം കഴിഞ്ഞ 20 വർഷമായി കേരള മോഡലിന് മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പൌരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജകുടുംബവുമായി അടുപ്പമുള്ളവർ പരിശോധനകളില്ലാതെ ചെമ്പകത്ത് മൂടുവഴി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കയറിയിറങ്ങുന്നത് സുരക്ഷാ വീഴ്ചയാണെന്ന് ഡിജിപിയുടെ റിപ്പോർട്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതിയുടെ അടിയന്തര യോഗം ഇന്ന് നടക്കാനിരിക്കെയാണ് റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയത്. കോടികൾ വിലയുള്ള അമൂല്യമായ പല വസ്തുക്കളും ക്ഷേത്രത്തിൽ നിന്ന് കാണാതായി എന്നാണ് ഡിജിപി റിപ്പോർട്ട് വിശദമാക്കുന്നത്. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കായ ഹാപ്പി ലാൻഡിൽ അപകടം. റൈഡറിന്റെ വെൽഡിംഗ് പൊട്ടിവീണാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താരസംഘടനയായ അമ്മയിലെ ചേരിപ്പോരിൽ 4 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അൻസിബ ഹസൻ, ടിനി ടോം, കുക്കു പരമേശ്വരൻ, ലക്ഷ്മിപ്രിയ എന്നിവർക്കാണ് നോട്ടീസ്. ജൂൺ 1-നും 3-നും ഇടയിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കണം. ജൂൺ ആദ്യ ആഴ്ച അൻസിബയെ കേൾക്കാൻ അമ്മ നേതൃത്വം തീരുമാനിച്ചു. അമ്മ എക്സിക്യൂട്ടീവ് അംഗമായ ടിനി ടോമിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ നടി ലക്ഷ്മിപ്രിയക്കുമെതിരെ ഉന്നയിച്ച പരാതി നിഷ്പക്ഷമായി കേൾക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന് നടി അൻസിബ ഹസൻ. രമേശ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നീ 3 പേരുകൾ അൻസിബ നിർദ്ദേശിച്ചിട്ടുണ്ട്. നടി അൻസിബ തനിക്കെതിരെ പരാതി നൽകിയ നടി ലക്ഷ്മിപ്രിയക്കും അതന്വേഷിച്ച തൃപ്പൂണിത്തുറ സബ് ഇൻസ്പെക്ടർ രേഷ്മയ്ക്കുമെതിരെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകി. വ്യാജ പരാതിയുടെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി തടവിൽ വെച്ചെന്ന് പരാതിയിൽ പറയുന്നു. സ്റ്റേഷനിൽ വെച്ച് അവഹേളിച്ചു. അപമാനത്തിന് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സംസ്ഥാന വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് നിയമപരമായ ചുമതലയാണെന്നും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ നിയമവിരുദ്ധമാകുമെന്നും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ CN രാമചന്ദ്രൻ നായർ. കോടതി ഉത്തരവ് അനുസരിച്ചാകും ഭൂമിയുടെ അന്തിമ തീരുമാനമെന്നും ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനകം 20 ലക്ഷം TUE ചരക്ക് കൈകാര്യം ചെയ്ത് ചരിത്ര നേട്ടം കൈവരിച്ചു. സാധാരണയായി ഉപയോഗിക്കുന്ന 20 അടി നീളമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഷിപ്പിംഗ് കണ്ടെയ്നറിന് സമമാണ് 1 TEU. ഈ നേട്ടം ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് വിഴിഞ്ഞം. നാട്ടിലെത്തുമെന്ന് കരുതിയില്ലെന്ന് സൌദി അറേബ്യയിൽ 20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം തിരിച്ചെത്തിയ കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം. സഹായങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കും നന്ദിയെന്ന് അബ്ദുൾ റഹീം പ്രതികരിച്ചു. രാവിലെ 8:30 നിറകണ്ണുകളുമായി കരിപ്പൂരിലെത്തിയ റഹീമിനെ നിയമസഹായ സമിതിയും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. 2 ഒഴുക്കിൽപ്പെട്ട് മരണം.
തിരുവനന്തപുരത്ത് പേയാട് കാവടിക്കടവിൽ കരമനയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് പാങ്ങോട് ക്യാമ്പിലെ സൈനികനായ കോഴിക്കോട് സ്വദേശി സുജിത്തിനെ കാണാതായി. പെരുമ്പാവൂരിൽ പാറമടയിലുണ്ടായ അപകടത്തിൽ മോഡലായ യുവാവ് മരിച്ചു. പരസ്യ ചിത്രീകരണത്തിന് ലൊക്കേഷൻ നോക്കാനെത്തിയ ഡൽഹി അംബേദ്കർ നഗർ സ്വദേശി ദിയാൻഷു ജോഷിയാണ് മരിച്ചത്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൂടൽ കാരയ്ക്കാക്കുഴിയിൽ വനം വകുപ്പിന്റെ ഡ്രോൺ പരിശോധന. പുലിയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കും. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ജൂൺ 21 നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ വ്യോമസേനയുടെ സഹായം തേടാൻ ഡൽഹിയിൽ ഉന്നതതല യോഗം തീരുമാനിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ, NTA ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കിയത്. CBSE പുനർമൂല്യനിർണ്ണയ തകരാറിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിസന്ധി പരിഹരിക്കപ്പെടും, തിരുത്തൽ നടപടികൾ ഉണ്ടാകും, വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ സുരക്ഷിതമാണ്. CBSE ആദ്യമായി നടപ്പാക്കിയ OSM സംവിധാനത്തിൽ വീഴ്ച പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി, പഞ്ചാബ്, ത്രിപുര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ BJP പുതിയ സംസ്ഥാന പ്രസിഡന്റുമാരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര ഡൽഹിയിൽ അധ്യക്ഷനാകും. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിൽ മുതിർന്ന നേതാവ് കേവാൾ സിംഗ് ധില്ലൻ പാർട്ടി അധ്യക്ഷനാകും. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനാണ് പുതിയ അധ്യക്ഷന്മാരെ നിയമിച്ചത്. ഒളിഞ്ഞുകിടക്കുന്ന എണ്ണ പ്രകൃതിവാതക ശേഖരങ്ങൾ കണ്ടെത്താൻ പഴയകാല ഭൌമശാസ്ത്ര ഡാറ്റകൾ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടും പരിശോധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് എണ്ണ പര്യവേക്ഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണിത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹൈഡ്രോ കാർബൺസാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ റൂട്ടിന് ഇന്ത്യൻ റെയിൽവേ അംഗീകാരം നൽകി. ആദ്യ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ട്രെയിൻ നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് സെക്ഷനിൽ സർവീസ് നടത്തും. ഹരിത സുസ്ഥിര ഗതാഗതത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ വരവ്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്ന ലക്ഷ്മി ഭണ്ഡാറിലെ 30 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ വ്യാജരാണെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. ഇന്ത്യൻ പൌരന്മാരല്ലാത്തവർ പുതിയ അന്നപൂർണ ഭണ്ഡാർ പദ്ധതിക്ക് അനർഹരാണെന്നും മുഖ്യമന്ത്രി. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ മോഡലും നടിയുമായ ട്വിഷ ശർമ്മയുടെ മരണത്തിൽ ഭർത്തൃമാതാവും മുൻ ജില്ലാ ജഡ്ജിയുമായ ഗിരിബാല സിംഗിനെ CBI അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതിയായ ഗിരിബാലയുടെ മുൻകൂർ ജാമ്യം മധ്യപ്രദേശ് ഹൈക്കോടതി റദ്ദാക്കിയതിന് പിറകെയാണ് ഗിരിബാല സിംഗിനെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളെ കാണാതെ മടങ്ങിയത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിരാശ പടർത്തി. വ്യാഴാഴ്ച രാവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സോണിയയുടെ വസതിക്ക് മുന്നിൽ വിജയും രാഹുലും കൈകോർത്ത് നിൽക്കുന്ന നിരവധി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള നടപടികളുമായി US. ഇടക്കാല വ്യാപാര കരാർ, സമഗ്രമായ ഉഭയകക്ഷി വ്യാപാര കരാർ എന്നിവയുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധി സംഘം ജൂൺ 1 മുതൽ 4 വരെ ഇന്ത്യ സന്ദർശിക്കും. അമേരിക്കയും ഇറാനും വീണ്ടും വെടിനിർത്തൽ ധാരണയിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി ഉടനെ ലഭിച്ചേക്കും. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടിയാൽ ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുഗമമാകും. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് മനുഷ്യവാസ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. 2030കളിൽ ഘട്ടം ഘട്ടമായി നിർമ്മാണം ആരംഭിക്കുന്ന ഈ മൂൺ ബേസ് പദ്ധതി നാസയുടെ ആർടെമിസ് ദൌത്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.